നമസ്കാരം. ഞാൻ വി ഉണ്ണിത്താൻ. രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാസ്തു വിജ്ഞാനത്തെപ്പറ്റി നമ്മൾ ഏകദേശം 500-ലേറെ വീഡിയോകൾ നമ്മളിതിനകം ചെയ്തു കഴിഞ്ഞു. ഈ യൂട്യൂബിൽ നിങ്ങൾക്ക് വിവിധ വിഷയങ്ങളെപ്പോലുള്ള വീഡിയോ കാണാവുന്നതാണ്. ഇത്രയൊക്കെ വീഡിയോ ആയിട്ട് പോലും ആളുകളുടെ സംശയങ്ങൾ ബലപ്പെട്ടു വരികയോ അല്ലെങ്കിൽ സംശയങ്ങൾ കൂടുതൽ വ്യാപകമാവുകയോ ചെയ്യുന്നൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്നെ നിരന്തരമായിട്ട് ചില ആളുകൾ, വളരെ വിദ്യാഭ്യാസവും വളരെ അറിവുമൊക്കെ ഉള്ള ചില ആളുകൾ നിരന്തരം എന്നെ ഈ അടുത്ത കാലത്ത് വിളിക്കുകയുണ്ടായി. അവരെ ചോദ്യം എന്ന് പറയുന്നത്, സാറേ എൻ്റെ വീട്ടിൽ വാസ്തു നോക്കേണ്ടതുണ്ടോ? ഞാൻ ഈ വീഡിയോ കാണാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, വാസ്തു നോക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചുമ്മാ നോക്കേണ്ട കാര്യമില്ല. വാസ്തു നോക്കണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവണം. നമുക്ക് വളരെ സന്തോഷമുണ്ട്, നമുക്ക് രോഗാവസ്ഥയില്ല, നമുക്ക് അടിക്കടി പ്രശ്നങ്ങളില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വാസ്തു നോക്കേണ്ടതുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു, ശരി എന്ന് ഫോൺ വെച്ചവരുണ്ട്, പിന്നെ എന്നെ വിളിച്ചവരുണ്ട്. എന്നാൽ തുടർച്ചയായി കേരളത്തിൻ്റെ പുറത്തും പല ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇത്തരം സംശയങ്ങൾ ബലമായി വരുന്നു, വീണ്ടും വീണ്ടും വീണ്ടും. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ആ കാര്യമാണ് നിങ്ങളുടെ പറയുന്നത്, എല്ലാവരും അറിയേണ്ട കാര്യമാണ്. ഒരു വീട്ടിൽ സമാധാനത്തോടെ ഐശ്വര്യത്തോടെ കഴിഞ്ഞു പോകുന്നെങ്കിൽ ആ വീട്ടിൽ വേറെ വാസ്തുദോഷങ്ങളൊന്നുമില്ല എന്ന് അനുമാനിക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വാസ്തു ദോഷമുണ്ടെങ്കിൽ മാത്രമാണ് ഒരു വാസ്തുവിലെ വീട് നോക്കേണ്ടത്. ഒരു വീട് വെക്കുന്നതിന് മുമ്പാണ് ആക്ച്വലി നമ്മൾ ഏറ്റവും ഗൗരവമായി നമ്മൾ ഒരു വീട് വെക്കുന്നതിന് മുമ്പ് ആദ്യം മുതലേ പ്ലാൻ ചെയ്താൽ ആ വീട്ടിൽ വാസ്തുദോഷം വരില്ല. അങ്ങനെ വെക്കാത്ത വീടുകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനെ വെക്കാത്ത വീടുകളാണെന്ന് എങ്ങനെ തിരിച്ചറിയുക? അടിക്കടി ഓരോ പ്രശ്നങ്ങൾ നേരിടുക. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ, നിങ്ങൾക്ക് രോഗങ്ങളൊന്നുമില്ല എങ്കിൽ, നിങ്ങൾക്ക് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ, എപ്പോഴും മനസ്സമാനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു 75% വാസ്തു കറക്റ്റായിരിക്കും. ഇനി ഈ പറഞ്ഞതൊന്നും ഇല്ലാതിരിക്കട്ടെ, അടിക്കടി സാമ്പത്തിക ബാധ്യതകൾ അടിക്കടി സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കുന്നു ഹനിക്കുന്നു എന്നിരിക്കട്ടെ, അടിക്കടി നിങ്ങളെ രോഗങ്ങൾ ഹനിക്കുന്നു എന്നിരിക്കട്ടെ, അടിക്കടി നിങ്ങൾക്ക് രോഗാവസ്ഥ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അടിക്കടി നിങ്ങളുടെ മക്കളുമായി ബന്ധപ്പെട്ടോ നിങ്ങളുടെ സാമൂഹികമായി ബന്ധപ്പെട്ടോ ഉള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വ്യക്തിപരമായ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നുപെടുന്നു. അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുവാണെങ്കിൽ മാത്രമാണ് വാസ്തു നോക്കേണ്ടത്. പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായും വാസ്തു നോക്കുകയും വേണം. നിങ്ങൾക്കറിയാം, ഇപ്പം എല്ലാ വീടുകളിലും വലിയ രോഗങ്ങളില്ല. ചില വീടുകളിൽ രോഗമേ ഇല്ല. ചില വീടുകളിൽ കടുത്ത സാമ്പത്തിക ബാധ്യത വന്നുപെടുന്നു. മറ്റു ചില വീടുകളിൽ സമ്പത്തുണ്ട്, പക്ഷേ കടുത്ത രോഗാവസ്ഥയുണ്ട്. മറ്റുള്ളവരിലാണെങ്കിൽ മക്കളുടെ പക്ഷത്താണ് പ്രശ്നം. അതുപോലെ സാമൂഹികമായ അല്ലെങ്കിൽ നമ്മുടെ സഹജീവി അല്ലെങ്കിൽ സാമൂഹിക ജീവി എന്ന തരത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധികൾ. അപ്പോൾ പ്രതിസന്ധികളുണ്ടെങ്കിൽ മാത്രമാണ് വാസ്തു നോക്കേണ്ടത്. പ്രതിസന്ധികളുണ്ടെങ്കിൽ തുടർച്ചയായി അവ നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നെങ്കിൽ, നിങ്ങളെ വേട്ടയാടുന്നെങ്കിൽ നിങ്ങൾ കൃത്യമായി നിർബന്ധമായിട്ട് നിങ്ങൾ വാസ്തു നോക്കേണ്ടതാണ്. വലിയ പ്രാധാന്യമാണ് അതിനകത്തുള്ളത്. ചില ആളുകളൊക്കെ പറയും, ഈ അടുത്ത കാലത്ത് നമ്മുടെ വീഡിയോയ്ക്ക് അതൊരു കമൻറ്റ് ഞാൻ കണ്ടു, പുറത്തു പോയി അധ്വാനിക്കുന്ന പൈസ കൊണ്ടേ ജീവിച്ചു പോകാം. തികച്ചും മണ്ടത്തരങ്ങളായ, അതായത് അറിവിൻ്റെ വായനയുടെ കുറവ് അറിവിൻ്റെ കുറവ് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. പൈസയുടെ ഹുങ്ക് കൊണ്ട് പറയുന്നവരാവാം. ഈ പണമൊക്കെ പലപ്പോഴും ഒന്നിനും കൊള്ളാതെ നോക്കി നിൽക്കുന്ന അവസ്ഥകൾ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പണമൊന്നുമല്ല വലുത്, പണമാണ് വലുതെങ്കിൽ ഇപ്പോൾ നമുക്കെല്ലാം നേടാമല്ലോ. പണം കൊണ്ട് എത്രയോ കോടീശ്വരന്മാർക്ക് വന്നുപെട്ട രോഗങ്ങൾ മാറുന്നില്ല. ഇവരെ പണം കൊണ്ടങ്ങ് മാറ്റിയ പോരെ. എത്രയോ പേർക്ക് അവിടെ പദവികളിൽ അവർക്ക് ഇരുന്നു പോകാൻ കഴിയുന്നില്ല. എത്രയോ ആളുകൾക്ക്
അവരുടെ സ്വന്തമായുള്ള പേഴ്സണാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുവാൻ, വ്യക്തിത്വം മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. എത്രയോ കുടുംബങ്ങളിലാണ് ആത്മഹത്യ നടക്കുക, എത്രയോ കുടുംബങ്ങളിലാണ് വാഹന അപകടം ഉണ്ടാകുക. അതെന്താ എല്ലാ വീട്ടിലും ഉണ്ടാകാത്തത്? അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജീവിക്കുന്ന വീട്, നമ്മൾ താമസിക്കുന്ന മണ്ണ്, നമ്മുടെ പേരിലുള്ള വസ്തുക്കൾ, അവയാണ് നമ്മളെ ബാധിക്കുന്നത്. നമ്മൾ ഷോപ്പുകൾ നിർമ്മിക്കുന്നു, കടകൾ നിർമ്മിക്കുന്നു. എന്തുകൊണ്ട് നമ്മൾ അവിടെ ചില കടകൾക്ക് കച്ചവടമുണ്ട്, ചില കടകളിൽ നല്ല വ്യാപാരമുണ്ട്, ചില കടകളിൽ എത്ര പരസ്യം ചെയ്താലും വ്യാപാരവും ഇല്ല, ലാഭവും ഇല്ല, മിച്ചവും ഇല്ല. അപ്പോൾ നമ്മൾ കരുതി നോക്കേണ്ടത്, നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ പഠിച്ചു നോക്കുക. അല്ലെങ്കിൽ അനാവശ്യമായ നമ്മൾ അസ്ഥാനത്ത് എൻ്റെ വീട്ടിൽ വാസ്തുദോഷമുണ്ടോ, എൻ്റെ വീട്ടിൽ വാസ്തുദോഷമുണ്ടോ. ചില ആൾക്കാർ പറയാറില്ലേ, ചില ആൾക്കാർ ഒരു രോഗവും ഇല്ലാതെ ഡോക്ടറെ കാണാൻ പോകും, ആശങ്കയാണ്. എൻ്റെ അസ്ഥിവേദന വരുന്നത് മഹാരോഗം കൊണ്ടാണോ ഡോക്ടർ? അപ്പോൾ ആക്ച്വലി അവിടെ ഒരു ഡോക്ടർ ഡയഗ്നോസിസ് നടത്തുന്നത് പോലെ, ഒരു രോഗനിർണയം നടത്തുന്നത് പോലെയാണ് വാസ്തു നോക്കേണ്ടത്. അല്ലാതെ ആരെങ്കിലും പറയുന്ന ജൽപ്പനങ്ങളല്ല, ആരെങ്കിലും പറയുന്ന കാര്യങ്ങളല്ല, ആരെങ്കിലും പറയുന്ന കള്ളങ്ങളല്ല. അല്ലെങ്കിൽ ചില ആളുകൾ ഈ നാടാകെ നടന്ന് പറഞ്ഞു കൊടുത്തുള്ള കള്ളങ്ങൾ, ആ കള്ളങ്ങൾ അസത്യമാണ് എന്ന് ഇവർക്ക് ബോധ്യപ്പെടുമ്പോൾ ഇവർ ആ കള്ളത്തെ വീണ്ടും അരക്കിട്ടുറപ്പിക്കാറുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പ്രപഞ്ചവും ഈ സൊസൈറ്റി, ഈ പ്രപഞ്ചവും ഈ അന്തരീക്ഷവും ഇവിടെ ഉണ്ടാകുന്ന ഈ ഊർജങ്ങളും ഒക്കെ എത്ര ശാസ്ത്രം വളർന്നു വരുമ്പോഴും അത് നിഗൂഢമായി തന്നെയാണ് അവശേഷിക്കുന്നത്. പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ വേഴ്സ്വർത്തിനെ പോലുള്ള പ്രപഞ്ചത്തെ മാത്രം ഇഷ്ടപ്പെടുന്ന കവികളുണ്ട്. അപ്പോൾ വേഴ്സ്വർത്തിനെ പോലെയോ കീറ്റ്സിനെ പോലെയുള്ള പ്രഗത്ഭരായ കവികൾ അവരെപ്പോഴും പറയുന്നത് നേച്ചർ ഈസ് മിസ്റ്റീരിയസ്, പ്രപഞ്ചം നിഗൂഢതയുള്ളതാണ്. ആ നിഗൂഢഭാവങ്ങളിൽ ഇന്നും ശാസ്ത്രത്തിന് കണ്ടെത്താനാകാത്ത, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ നിഗൂഢമായ രഹസ്യങ്ങൾ ഇന്നും ഒരുപാട് അവശേഷിക്കുന്നുണ്ട്. അത് H2+O2 അതായത് രണ്ട് ഹൈഡ്രജനും 2 ഓക്സിജൻ ചേരുമ്പോൾ ജലമുണ്ടാകുമെന്ന് പറയുന്ന പോലെ തെളിയിക്കാനാകാത്തതാണ്. അപ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കുന്നു. അത് ഭാരതത്തിൻ്റെ ഒരു പാരമ്പര്യം എടുത്താൽ, പാരമ്പര്യത്തിൻ്റെ ശാസ്ത്ര സത്യങ്ങളെടുത്താൽ, നിരീക്ഷണങ്ങളിലൂടെയാണ്. പരീക്ഷണങ്ങളിലൂടെ നമ്മൾ ശാസ്ത്രയുക്തി അളന്നിട്ടുണ്ട്. അത് നിരീക്ഷണങ്ങളിലൂടെ എത്രയെത്ര വിജ്ഞാനങ്ങളാണ് നമ്മുടെ പൂർവ്വസൂരികളായ അറിവുള്ളവർ, ജ്ഞാനശ്രേഷ്ഠന്മാർ, അവരെത്രയെത്ര അറിവുകളാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ആ അറിവിനകത്ത് നിന്നുകൊണ്ടും നാം പഠിച്ച വിജ്ഞാനം കൊണ്ടും നാം പഠിച്ച ശാസ്ത്രം കൊണ്ടും ന്യൂട്ടനെ പോലെയുള്ള വിഖ്യാതരായ ശാസ്ത്രകാരന്മാർ പറയുന്ന പ്രപഞ്ചത്തിൻ്റെ ആകർഷണത്വം കൊണ്ടും അഥവാ കാന്തികത കൊണ്ടും, അതൊക്കെ നമ്മൾ കാന്തികത എന്നൊക്കെ ഇങ്ങ് പറഞ്ഞു പോകുകയാണ്. ആക്ച്വലി അത് ഈ ഭൂമിയുടെ തികച്ചും ശാസ്ത്രീയമായി നമുക്ക് അതിനെ ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയും, കാന്തികതയൊക്കെ. പക്ഷെ അത് തെളിയിക്കുമ്പോൾ തന്നെ ആ കാന്തികതയ്ക്കുള്ളിലെ ഉൾവലിവുകൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ ഉൾവലിവുകൾ തന്നെയാണ് നമ്മൾ പറയുന്ന ഈ മിസ്റ്റീരിയസ് നേച്ചർ, ഈ ഗൂഢത്വം. ആ ഗൂഢത്തിനുള്ളിൽ നമ്മൾ ചില രഹസ്യങ്ങൾ കൂടി പഠിച്ചെടുക്കണം. നമ്മൾ കുറേ കിടന്ന് അധ്വാനിക്കുക മാത്രമല്ല വേണ്ടത്, ഈ പ്രപഞ്ചം നമുക്ക് തരുന്ന ചില ഗൂഢത്വങ്ങൾ, ഈ പ്രപഞ്ചം നമ്മളെ പിടിച്ചുകൊണ്ടുപോകുന്ന ചില നമുക്ക് ഒരിക്കലും മനസ്സിലാകാത്ത ചില അവസ്ഥാവിശേഷങ്ങൾ, അവയെ പലതരത്തിലുള്ള നോട്ടങ്ങളാൽ, പഠനങ്ങളാൽ, നിരീക്ഷണങ്ങളാൽ കണ്ടുപിടിച്ച് ചേർത്ത് വെക്കുന്നതാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത്. അതിൽ നമുക്കറിയാം, ഇപ്പം ഈ IIT പല സയൻറ്റിസ്റ്റുകളുമൊക്കെ, ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ടെക്സ്റ്റ് വായിച്ചതാണ്, ഈ MH ശാസ്ത്രപുതയൻ RD മഹാത്മെ, അവരുടെ സീക്രട്സ് ഓഫ് വാസ്തുശാസ്ത്ര എന്ന് പറയുന്ന പുസ്തകമൊക്കെ അവരുടെ നിരീക്ഷണങ്ങളൊക്കെ വളരെ ശ്രദ്ധേയമായി. അവർ IIT സയൻറ്റിസ്റ്റാന്ന് തോന്നുന്നു രണ്ടുപേരും. അപ്പോൾ ആക്ച്വലി ഈ സയൻസ് തന്നെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ സയൻസിലൂടെ വന്ന് നിരീക്ഷണങ്ങളിലൂടെ കടന്ന് അനുഭവങ്ങളിലൂടെ പോകുന്നതാണ് വാസ്തുശാസ്ത്രം. അപ്പോൾ ആ അനുഭവങ്ങളെ പഠിച്ചു വെക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് തന്നെ തോന്നാം എനിക്കിത് മനസ്സിലാകുന്നില്ലല്ലോ, അങ്ങനെയല്ല.
ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ. നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പഠിച്ചു നോക്കണം. നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതങ്ങൾ, വെളിപ്പെട്ട് വരുന്ന ജീവിതങ്ങൾ സത്യമാണല്ലോ ശാസ്ത്രം. അപ്പോൾ ആ സത്യം ഇന്നലകളിൽ എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ ജീവിതാനുഭവങ്ങൾ ഇതായിരുന്നു. ആ അനുഭവങ്ങൾ സത്യവുമാണ്, ഞാൻ അനുഭവിച്ചു തീർത്തവയാണ്. അതെന്തുകൊണ്ട് എനിക്കുണ്ടായി എന്ന് മനസ്സിലാക്കണം എങ്കിൽ അത് വാസ്തുപരമായ മിസ്റ്റേക്ക് തന്നെയാണെന്ന് കണ്ടെത്തണം. അങ്ങനെ നമ്മൾ അത് കണ്ടെത്തി തിരുത്തുമ്പോൾ വാസ്തുപരമായ കറക്ഷനാവും. അപ്പോൾ നിങ്ങൾ രോഗിയായി കഴിഞ്ഞ ആളുകളൊക്കെ രോഗിയല്ലാതെയാകും. ഡോക്ടർ ചികിത്സ മാത്രം പോരാ, പ്രാപഞ്ചികമായ എനർജി കൂടി നിങ്ങൾക്ക് ശക്തി തരേണ്ടതുണ്ട്. അപ്പൊ ചില ചോദിക്കാം, ആ പ്രാപഞ്ചികമായ എനർജിയാണോ ഈശ്വരൻ? ചിലർക്കെങ്ങനെ വിശ്വസിക്കാം? ഒരു തിരി കൊടുത്തിട്ട് ഒരു തിരിയിൽ നിന്ന് നമ്മൾ എത്രയോ 1000 തിരികളല്ലേ ജ്വലിപ്പിക്കുക. പക്ഷെ ഒരു തിരി കത്തിച്ചാൽ ആ തിരി അണച്ചാൽ ബാക്കി തിരികളൊന്നും അണഞ്ഞു പോവില്ല. അനുരണനങ്ങൾ ഉണ്ടാവും. അതിന് തുടർച്ച വരികയാണ്. കത്തിക്കുന്ന ഒരു തിരിയാണെങ്കിൽ പോലും നമുക്ക് കോടാനുകോടി തിരികളെ ആ ഒറ്റ തിരി കൊണ്ട് കത്തിക്കാൻ കഴിയും. അപ്പോൾ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ശാസ്ത്രവും അനുഭവ വിജ്ഞാനങ്ങളും കൂടി ചേർന്നിട്ടുള്ളതാണ് വാസ്തുശാസ്ത്രം. അതിനെ തത്വശാസ്ത്രമായിട്ടോ ജ്യോതിശാസ്ത്രമായിട്ടോ ബന്ധപ്പെടുത്താനും പാടില്ല. ജ്യോതിശാസ്ത്രവും തത്വശാസ്ത്രവും 2 വ്യത്യസ്തങ്ങളായ മേഖലകളാണ്. ഒരിക്കലും വാസ്തുശാസ്ത്രം ജ്യോതിശാസ്ത്രമല്ല, ഒരിക്കലും തത്വശാസ്ത്രവും വാസ്തുശാസ്ത്രമല്ല. വാസ്തുശാസ്ത്രം വസിക്കുന്നിടത്തെ ഊർജങ്ങളുടെ പ്രവർത്തന പരമ്പരയാണ്. അതാ വാസ്തുശാസ്ത്രം. ഊർജങ്ങളുടെ പ്രവർത്തന പരമ്പര എന്ന് പറയുമ്പോൾ ആ പ്രവർത്തന പരമ്പരയായിരിക്കാം ഭാഗ്യം, ആ പ്രവർത്തന പരമ്പരയായിരിക്കാം നിർഭാഗ്യം, ആ പ്രവർത്തനത്തിൽ വരുന്ന മാറ്റങ്ങളായിരിക്കാം അറിവ്, രോഗം, ഉയർച്ചകൾ, താഴ്ചകൾ, ഇവയൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ വ്യക്തികളിലേക്ക് വരുന്ന പ്രാപഞ്ചികമായ പ്രതിസന്ധികളെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ താമസിക്കുന്ന ഇടങ്ങളാണ് എന്ന് പറയുകയാണ് ഞാനിവിടെ. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രശ്നത്തെ പഠിക്കണം. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ പ്രശ്നങ്ങളെ പഠിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഇന്നലകളിലെ ജീവിതത്തെ പഠിച്ചു നോക്കണം. ആ പഠിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് തുടർച്ചയായ ഇഷ്യൂസുകൾ, പ്രശ്നങ്ങൾ വന്നുപെട്ടാൽ മാത്രമാണ് വാസ്തു നോക്കേണ്ടത്. അങ്ങനെ പ്രശ്നങ്ങൾ പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിവസിക്കുന്ന മണ്ണ് അല്ലെങ്കിൽ നിങ്ങൾ നിവസിക്കുന്ന വീട് നിങ്ങളെ ഭയങ്കരമായി സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടല്ലേ ആൾക്കാർ പറയുന്നത്, ഞാൻ ആ വീട് വർഷങ്ങളായി താമസിച്ച് വന്ന വീടാണ്, അവിടെ ഇരുന്ന് വരാനും വരുത്താനും ഇനിയൊന്നുമില്ല, ഞാൻ അതങ്ങ് ഒഴിവാക്കി, ഇപ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ട്. അതാണ് വാസ്തു. അപ്പം ഈ ചോദ്യം ഉന്നയിച്ച ആളുകൾ, ഈ വാട്സാപ്പിൽ തുടർച്ചയായി ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി നോക്കണം. നിങ്ങൾക്ക് തുടർച്ചയായി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, സാമ്പത്തിക പ്രശ്നമുണ്ടെങ്കിൽ, ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ, മറ്റു കുഴപ്പങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ വീട്ടിൽ വാസ്തുദോഷമുണ്ട്. അത് തിരിച്ചറിയണം, അത് മാറ്റണം. ഇനി ഈ പറഞ്ഞൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെങ്കിൽ വാസ്തു നോക്കേണ്ട കാര്യമേ ഇല്ല. ചിലപ്പോൾ ചോദിക്കാം, മനസ്സിലായിരിക്കുന്ന ആൾക്കാർക്കെല്ലാം പല പല പ്രശ്നങ്ങളില്ലേ, ഇതങ്ങനെ ആക്കി പറയുകയല്ലേ? നിങ്ങൾ അങ്ങനെ ചിന്തിക്കാതെ ഇരിക്കൂ. എത്രയോ ആളുകളാണ് നമ്മുടെ നാട്ടിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ രോഗമില്ലാതെ ജീവിക്കുന്നത്. സമാധാനവും സന്തോഷവും രോഗമില്ലാത്ത അവസ്ഥയും വളരെ വലുത് തന്നെയാണ്. എന്നാൽ ഈ സമാധാനവും സന്തോഷവും ഉള്ളവരെക്കാൾ 100 1000 ഇരട്ടി മടങ്ങ് ആളുകളാണ് സന്തോഷമില്ലായ്മ കൊണ്ടും രോഗം കൊണ്ടും സാമ്പത്തിക വിഷമങ്ങൾ കൊണ്ടും മറ്റ് അസ്വസ്ഥതകൾ കൊണ്ടും ഒക്കെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുന്നത്. അവരൊക്കെ ആണ് ഈ ചോദ്യങ്ങൾ പ്രസക്തമാകുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്യൂണ്ട് നിർബന്ധമായും നിങ്ങളുടെ നിങ്ങൾ ജീവിക്കുന്ന ഇടം പരിശോധിക്കണം. അതിൽ കറക്ഷൻ വരുത്തി സന്തോഷത്തോടെ ജീവിക്കുകയും വേണം. അപ്പം ആര് വാസ്തു നോക്കണം, ആര് വാസ്തു നോക്കണ്ടെന്ന് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് തിരിച്ചറിയുക. അടുത്ത ഒരു വീട്ടിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.